ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പിച്ചിപ്പൂവിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ജാസ്മിൻ ഫ്ലവറിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ലാസ്റ്റ് ക്ലാസ് ആണ്, അതായത് മേക്കിംഗ് വീഡിയോയുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇനി ഫ്ലവറും ബഡ്സും ഒന്നും നമുക്ക് മേക്ക് ചെയ്യാനില്ല. ഇനി ഇതെങ്ങനെ കെട്ടിയെടുക്കുന്നത്, പിന്നെ ഹെയർ ആക്സസറീസ്, അത്രയേ ഉള്ളൂ. ജാസ്മിൻ ബഡ്സിൻ്റെ എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട്, ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലവർ മേക്ക് ചെയ്യാനുള്ള പേപ്പർ ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഇന്ന് പെൻസിലും സ്കെയിലും മാത്രമാണ് എടുത്തിരിക്കുന്നത്, കോമ്പസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ 4 ഇഞ്ചിലാണ് വരയ്ക്കുന്നത്. നിങ്ങളൊരു 3.5 ഇഞ്ച് വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് സൈസിൽ കിട്ടും. 4 ഇഞ്ച് ആകുമ്പോൾ കുറച്ച് വലിയ ഫ്ലവർ ആവും. അപ്പോൾ നിങ്ങൾ 3.5 ഇഞ്ചിലെടുക്കുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നീളവും വീതിയും നമ്മൾ 3.5 ഇഞ്ചിൽ തന്നെ എടുക്കുക. നിങ്ങൾ 3.5 ഇഞ്ചിൽ നീളവും വീതി എടുത്തിട്ട് ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ A4 ഷീറ്റിലാണ് കേട്ടോ അത് വരച്ചെടുക്കുന്നത്. അത് നമ്മൾ A4 ഷീറ്റിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർഡ്ബോർഡിലേക്ക് അത് മാറ്റി കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും ഈ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിലും ഇതുവരെ വീഡിയോസ് കാണാറുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിലും എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഓണാക്കി വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് വരും കേട്ടോ. നമ്മുടെ ചാനലിൽ ഫ്രീ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ജാസ്മിൻ ഫ്ലവറിൻ്റെ ഫ്രീ ക്ലാസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിലൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടാം. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസിൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പേപ്പറിനെ നമ്മൾ 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. ഒരു കോണോട് കോണായിട്ട്, അതായത് 2 കോർണറും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അതേ രീതിയിൽ തന്നെ ഇതുപോലെ മടക്കി കൊടുക്കുക. എല്ലാ സൈഡും ഒരേപോലെ നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ മടക്കിയെടുക്കാനായിട്ട്. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. വീണ്ടും നമ്മൾ ഒരു വട്ടം കൂടി അതേപോലെ തന്നെ മടക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ കോർണറും ഒരേപോലെ നിൽക്കണം. ഇനി ഇതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മടക്കിയതിന് ഇതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് ഒന്നും കൂടി മടക്കി കൊടുക്കുക. ആ ഒരു സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കുക. 2 അറ്റവും ഒരേപോലെ നിൽക്കണം കേട്ടോ. ഞാൻ തിരിച്ചു വെച്ചിട്ട് നമ്മൾ ആ മടക്കിയ ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരേപോലെ ആക്കിയിട്ട് കട്ട് ചെയ്യുക. അതിന് ശേഷം അത് അതുപോലെ നിവർത്തി കൊടുക്കാം. നിവർത്തിയതിന് ശേഷം ഇവിടെ കണ്ടോ ആ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് കട്ട് ചെയ്ത് കളയണം. കണ്ടോ, നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിച്ചിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി നമ്മൾ ഇതിനെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിത് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊണ്ടുവന്ന് ഒരു റാ ഷേപ്പിൽ നിങ്ങൾ വരച്ചോളൂ. ഞാനിങ്ങനെ വരയ്ക്കുമ്പോൾ അതവിടെ കൂർത്ത് നിൽക്കുന്ന പോലെയാണ് വന്നത് അറ്റം. നിങ്ങൾ അവിടെ നിന്ന് റാ പോലെ വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടും. അതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്കും വരച്ചു കൊടുക്കുക. 2 സൈഡും ഒരേപോലെ വരച്ച് നിർത്തണം കേട്ടോ. 2 അറ്റവും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ പൊസിഷനിൽ തന്നെ വരണം. 2ഉം സെയിം ആയിട്ട് തന്നെ വരണമെങ്കിലാണ് അതിനൊരു ഭംഗി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരുപാട് താഴത്തേക്ക് വരച്ചു കൊടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഈ വരച്ച അതിലേ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണ്ട. 2ഉം ഒരേപോലെ വന്നിട്ടുണ്ട്. ഇനി അതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അറ്റം നിങ്ങളൊന്ന് ഒരു റാ പോലെ വരച്ചെടുത്തോളൂ. ഞാൻ ആ ഷേപ്പ് വരച്ചപ്പോൾ അതവിടെ ഒന്ന് കൂർത്ത് നിൽക്കുന്ന പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ശരിയാക്കിയിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ വരച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിച്ചിപ്പൂ ആയതുകൊണ്ട് തന്നെ ആ ഷേപ്പിൽ ഇത്തിരി വ്യത്യാസമൊന്നും വന്നാലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്യുക. വരച്ച അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാസ്മിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബഡ്സ് തന്നെ 2-3 രീതിയിൽ ചെയ്യുന്നത്, ഫ്ലവർ ജാസ്മിൻ ഫ്ലവർ ചെയ്യുന്നത്, ഹാൻഡ് മെയ്ഡായിട്ട് എങ്ങനെ ചെയ്യാം, അതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ആപ്പ് വഴി എങ്ങനെ ഇത് ചെയ്തെടുക്കാം എന്നൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോസ് കൊടുക്കാം, നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇത് കുറച്ച് വലിയൊരു ഫ്ലവറായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു 3-3.5 ആ ഒരു റേഞ്ചിൽ എടുത്താൽ മതി. നമുക്കിവിടെ 8 പെറ്റലിൻ്റെ ഫ്ലവറായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് കട്ടിങ് ഇല്ലാതെ വരുന്നത്. അപ്പോൾ നമ്മളിത് ഫോം ഷീറ്റിലേക്ക് വരച്ചെടുക്കുമ്പോൾ ആ സെൻറ്റർ കുറച്ചും കൂടി ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു കട്ടിങ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ വരയ്ക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വരയ്ക്കാനും പറ്റും കേട്ടോ. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും കുറച്ചും കൂടിയും പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പ് വഴി നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ട് ചെയ്തൊരു പാറ്റേൺ ആണ് കേട്ടോ ഇത്. 2ലും ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഏതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ ആപ്പിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്കിനി നമ്മുടെ ഫോമറിൻ ഷീറ്റിലേക്ക് നമ്മളൊന്ന് ഇംപ്രഷൻ കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്ത്
ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിനി മെഷീനിൽ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ജാസ്മിൻ ബഡ്സ് ഒക്കെ കട്ട് ചെയ്ത പോലത്തെ തന്നെ മെഷീനാണ്. അതിൻ്റെ ആ ഒരു ഫ്ലവറിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. 1.5 ഇഞ്ചിൻ്റെ ഇതാണ് വരുന്നത്. ഇനി അതിൽ ആ ഒരു ഗ്യാപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ 2 പീസായിട്ട് അതുപോലെ മടക്കി വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. സിംഗിൾ പീസായിട്ട് നിങ്ങൾക്ക് സിംഗിൾ ഷീറ്റ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 2 ഫ്ലവർ ഒരുമിച്ച് കിട്ടും. നമുക്ക് ഒരുപാട് വർക്കൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഫ്ലവർ എങ്ങനെയാണ് ഈസി ആയിട്ട് കട്ട് ചെയ്യാനുള്ളതെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ മാല കെട്ടുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് എളുപ്പത്തിൽ അതായത് സ്പീഡായിട്ട് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെ ഷീറ്റ് എങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പാറ്റേൺസ് നമുക്ക് ഇതിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. നിങ്ങളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷീറ്റ് പെട്ടെന്ന് കീറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു നമ്മുടെ സൂചിയുടെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു പാറ്റേണിൽ ചെയ്തത്. ഇത് നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് കട്ട് ചെയ്തത്. ഇതിൻ്റെയൊക്കെ അറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അതുപോലെ ലാസ്റ്റിൽ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക അവിടെ. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ഹാൻഡ് മെയ്ഡിൽ കട്ട് ചെയ്ത സമയത്ത് നമുക്കവിടെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കവിടെ ആ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളവിടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് അയൺ ബോക്സിൽ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിച്ചിപ്പൂവിന്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്താൽ ഇതുപോലെ വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ഗ്ലൂ വെച്ചിട്ട് സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിൽ അത് നമുക്ക് നോക്കാം, ഓരോ മെത്തേഡ് നോക്കാം. ഫസ്റ്റ് നമ്മൾ സെൻറ്ററിൽ ചെറുതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇനി അതിനത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. കുറച്ച് ഗ്ലൂ എടുക്കാം, ഒരുപാട് ഗ്ലൂ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ട് ലൈറ്റായിട്ട്. പിന്നെ ഇനി എൻ്റെ അടുത്ത സൈഡിൽ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ആ ഒരു തുമ്പിൻ്റെ ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ജസ്റ്റ് അതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ പിച്ചിപ്പൂ വരിക. അപ്പോൾ അത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിൽ നമ്മുടെ സ്റ്റെം ഒട്ടിച്ച് കൊടുക്കാം. 2 മെത്തേഡ് ഞാൻ കാണിക്കുന്നുണ്ട്. ആദ്യം സെൻറ്ററിൽ നമ്മൾ ഗ്ലൂ വച്ചിട്ട് ഇനി സെൻറ്ററിൽ ഗ്ലൂ വയ്ക്കാണ്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഗ്ലൂ ഗണ്ണായ കാരണം പെട്ടെന്ന് ഒട്ടി കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വേഗം ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. നമ്മുടെ ആ ഒരു ഫ്ലവർ ഇത്തിരി വലിപ്പം കൂടിയത് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു പിച്ചിപ്പൂവിന്. അടുത്തത് നമ്മൾ നമ്മുടെ പേപ്പർ പാറ്റേൺ വരച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ല നമ്മൾ ആപ്പ് വഴി ചെയ്തതാണെന്ന്. ആ ഒരു ഫ്ലവറാണ് റെഡിയാക്കി എടുക്കുന്നത്. സെയിം അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. സെൻറ്ററിൽ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ബാക്കിലും കൂടി ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ആ ഒരു അറ്റം മാത്രം കേട്ടോ, സെൻറ്റർ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഗ്ലൂ അല്ലാതെ വെച്ച് കൊടുക്കരുത്. ആ ഒരു അറ്റം മാത്രം നമ്മൾ ഗ്ലൂ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ബാക്കിൽ നമ്മുടെ സ്റ്റെമ്മും കൂടി ഒട്ടിക്കുക. അപ്പോൾ ഇതാണോ നമ്മൾ ഫസ്റ്റിൽ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്താണോ നിങ്ങൾക്ക് ഭംഗി തോന്നുന്നതെന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പിച്ചിപ്പൂ നമ്മളൊരു 3.5 സെൻറ്റിമീറ്റർ സൈസിലാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് 4 ആയതുകൊണ്ടാണ് ഇത് കുറച്ച് വലിപ്പം തോന്നുന്നത്. അപ്പോൾ ഈ ഒരു 3.5 സെൻറ്റിമീറ്റർ നിങ്ങൾ സെറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിരിക്കും സൈസ്. ഇനി നമ്മൾ ആ മെഷീൻ കട്ട് ചെയ്തതാണ്. ഞാൻ നേരത്തെ വേറൊരു മെത്തേഡ് പറഞ്ഞില്ല അത്. അപ്പോൾ സെൻറ്റർ നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ മടക്കി വെച്ചിട്ട് ജസ്റ്റ് നമ്മളിത് ആ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ സെൻറ്ററിലും കൂടി ഗ്ലൂ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇതിൽ നമ്മൾ ഗ്ലൂ സെൻറ്ററിൽ വെക്കുന്നില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി വിടർന്ന പോലെ നിൽക്കും. അത് സെയിം നമ്മൾ സ്റ്റെമ്മും കൂടി ഒട്ടിച്ച് കൊടുക്കുക. കണ്ടോ ഈ ഒരു രീതിയിൽ നിൽക്കും. മറ്റേതെന്ന് പറയുമ്പോൾ സെൻറ്റർ ഒന്ന് ഒട്ടിയ പോലെ നിൽക്കും. ഇതങ്ങനെ ഉണ്ടാവില്ല. 2 ലെയറിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ അടുത്ത പെറ്റൽ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒട്ടുന്ന രീതിയിൽ എല്ലാ സൈഡും ഒട്ടുന്ന രീതിയിൽ വേണം. കാരണം ഈ ഒരു ഷേപ്പ് നമ്മുടെ ജാസ്മിൻ്റെ ഷേപ്പ് അല്ല ഇതിന്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി നമ്മൾ സ്റ്റെമ്മും കൂടി ഒട്ടിക്കാം. 2 ലെയർ ചെയ്തില്ലെങ്കിലും 1 ലെയറിൽ തന്നെ നമുക്കൊരുവിധം കട്ടിയുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ് നമ്മളിത് 1 ലെയർ ആണോ 2 ലെയർ ആണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.